ഹലോ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാം എല്ലാവരും അതിനുള്ളൊരു ഫൈനൽ പ്രിപ്പറേഷനിലായിരിക്കും എന്നറിയാം. നിങ്ങളെ പോലെ തന്നെ നമുക്കും വളരെയധികം ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ്. കാരണം ഏറ്റവും അധികം സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ്. ലാസ്റ്റ് ടൈം ഡിസ്ട്രിക്ട് വൈസ് വിളിച്ചപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ നമ്മുടെ സ്റ്റുഡൻസിനും എല്ലാവർക്കും നന്നായിട്ട് ഈ എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഈ എക്സാമിന് ലാസ്റ്റ് ഒരു മിനിറ്റ് പ്രിപ്പറേഷന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സ്, അതേപോലെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാം, ഒരു ഫൈനൽ റിവിഷനിലായിരിക്കും എല്ലാവരും. അപ്പോൾ എല്ലാ മോഡ്യൂൾസിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും അതേപോലെ തന്നെ ഇക്വേഷൻസ്, യൂണിറ്റ്സ്, ഇതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒന്നും കൂടെ നമുക്ക് അറിയാവുന്നതെന്ന് ഉറപ്പിക്കാം. അപ്പൊ നമ്മുടെ റിവിഷൻ സീരീസ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നു, ഓരോ യൂണിറ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ അതൊന്നും കൂടെ കാണുക. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രേഡ്സ്മാൻ എക്സാം ആയതുകൊണ്ട് തന്നെ യൂണിറ്റ്സ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, ഡെഫിനിഷൻസ്, അങ്ങനെ വളരെ ബേസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് കൊണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ടെസ്റ്റ് സീരീസുകൾ അറ്റംപ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മളെ കോഴ്സ് പർച്ചേസ് ചെയ്തതിൽ ചിലവരെ എല്ലാ ടെസ്റ്റും ചെയ്തിട്ടില്ല. നമ്മൾ അത്രയധികം ടെസ്റ്റുകൾ നമ്മൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള എല്ലാ ടെസ്റ്റും അറ്റംപ്റ്റ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും ടൈം ഉണ്ട്. നമ്മുടെ ടെസ്റ്റ് സീരീസ് മാത്രമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. അതിന്റെ ഗുണം എന്താന്നുള്ളത് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെ ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കണമെന്നും അതേപോലെ ടൈം മാനേജ് ചെയ്യാനൊക്കെ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ റിവിഷൻ ഒന്നാമത്തെ കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, യൂണിറ്റ്സ് ഒക്കെ പഠിക്കുക, മാക്സിമം ടെസ്റ്റ് സീരീസ് ചെയ്യുക. ഓക്കെ, ഇനി എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ചോദ്യങ്ങളും വായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പലപ്പോഴും സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു കാര്യമാണ്, അതായത് ചില ചോദ്യങ്ങൾക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് എല്ലാ ചോദ്യങ്ങളും കണ്ടില്ല, ഇത്ര എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെ എക്സാം കഴിഞ്ഞ് വന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം നമ്മൾ വിട്ടുപോകുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിനുള്ള ടൈം മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഒരു ചോദ്യം നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്ത് ഒരുപാട് സമയം നമ്മൾ ചോദ്യങ്ങൾ വിട്ടുപോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. രണ്ടാമത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഉറപ്പില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വെറുതെ കുറെ വൈറ്റ് ഗസ്സിന് പോയി നെഗറ്റീവ് മാർക്ക് വാങ്ങിക്കരുത്. നമ്മുടെ പല കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്, കുറേയധികം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ട് വരും, പക്ഷെ നെഗറ്റീവ് മാർക്ക് കാരണം മാത്രം ലിസ്റ്റിൽ വരാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പം കറക്കി കുത്താനാണെങ്കിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, 4 ഓപ്ഷനും നമുക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ വെറുതെ അതിലെ കൊണ്ടുപോയി ഗസ് ചെയ്യരുത്. ഓക്കെ, ഇനി അതേസമയം നമുക്കിപ്പോ അതിനകത്ത് ഒരു 2 ആൻസേഴ്സ് തമ്മിലാണ് കൺഫ്യൂഷൻ എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കതൊരു റിസ്ക് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക, ഏതൊക്കെ ഓപ്ഷൻസ് എന്തായാലും വരില്ല എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ ആണെങ്കിൽ മാത്രം ഒരു 50-50 ചാൻസ് എടുക്കണമെങ്കിൽ മാത്രം അത് നിങ്ങൾക്ക് അത്രയും ഷുവർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ എഴുതാവൂ. അതും എല്ലാ ക്വസ്റ്റ്യൻസിലും കുറേ ചോദ്യങ്ങൾ അങ്ങനെ കൊണ്ടുപോയി ചെയ്യരുത്. നമ്മളെ എല്ലാം കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ എഴുതി നിങ്ങൾക്ക് അത്രയും നിർബന്ധമായിട്ടും അറ്റംപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഗസ്സിങ്ങിലേക്ക് പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്സ് നമുക്ക് കിട്ടിയ മാർക്കിന്റെയും കൂടെ വില കളയും. അപ്പോൾ ആ നെഗറ്റീവ് മാർക്കിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ ചില ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആയിട്ട് തന്നെ വരും. നമ്മൾ പഠിച്ചത് വെച്ച് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിങ് ആയി വരും, അല്ലെങ്കിൽ കറക്റ്റ് ഏത് എഴുതണം എന്നൊക്കെ അറിയാത്തൊരു കാര്യം വരും. അപ്പൊ ആ സമയത്ത് നമ്മളൊരു ഒരു കൂൾ മൈൻഡിൽ ചിന്തിച്ച് എഴുതുക. അപ്പൊ ഒന്ന് റിലാക്സ് ചെയ്യുക, ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. ഇപ്പൊ നമ്മൾ എളുപ്പമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് പോയാൽ പോലും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയിരിക്കും. അപ്പൊ അയ്യോ, ഞാൻ ഇത്രയും നാളെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പോയി പഠിച്ചതല്ലേ, എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ടെൻസ്ഡ് ആയതുകൊണ്ട് നമുക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റില്ല, അല്ലെ? ആ ടെൻഷൻ അടിക്കേണ്ട ഒരു ടൈം അതല്ല. അപ്പൊ അവിടെ എന്തായാലും നമ്മൾ മാക്സിമം റിലാക്സ് ചെയ്തിട്ട് ആലോചിക്കുക. അപ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ വരുള്ളൂ. ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് എക്സാം ഹാളിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മളൊരു കൂളാക്കുക, മനസ്സിനെ ഫസ്റ്റ് കൂളാക്കിയതിന് ശേഷം ചിന്തിച്ച്
ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ആദ്യം പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായി വായിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലരും തെറ്റ് വരുത്തുന്നത്, ഇപ്പൊ ഓപ്ഷൻ ABCD ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതിൽ കറക്റ്റ് ആണെന്ന് തോന്നി വേഗം കൊണ്ടുപോയി ആൻസർ എഴുതും. ചിലപ്പോൾ അതിൽ ബിയും സിയും കറക്റ്റ് ആയിരിക്കും, ഓൾ ഓഫ് ദ എബൗന്നോ അല്ലെങ്കിൽ A and B എന്നൊക്കെ ആയിരിക്കും D ഓപ്ഷൻ വരിക. അങ്ങനെ തെറ്റിക്കുന്ന കുറെ പേരുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി വായിച്ച് ഓപ്ഷൻസും കംപ്ലീറ്റ് ആയി വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ച് മാർക്ക്, ചിലപ്പോൾ നമുക്ക് എല്ലാം അറിയാം എന്ന് വിചാരിച്ച് നമ്മൾ പോകുമ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന മാർക്കുകൾ കാരണം നമുക്ക് ചിലപ്പോൾ ലിസ്റ്റിൽ നല്ലൊരു റാങ്കിലേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പ്രസൻസ് ഓഫ് മൈൻഡിൽ തന്നെ എക്സാം എഴുതാനായിട്ട് പോവുക. അപ്പോൾ ഈ ട്രേഡ്സ്മാൻ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ. നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്